ഒരിക്കലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസിയെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കരുത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ കാണുമ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണിത്. അവർക്ക് അവരുടെ ഫേസ്ബുക്ക് പേജോ മെറ്റ ആഡ്സ് അക്കൗണ്ടിന്റെ ഒക്കെ കംപ്ലീറ്റ് ആക്സസ് ആർക്കാണ് ഉള്ളതെന്ന് അറിയില്ല. ഈ പ്രശ്നം ഉണ്ടാവാനുള്ള മെയിൻ റീസൺ ഇവർ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവരിതെല്ലാം ഇവരുടെ മാർക്കറ്റിംഗ് ഏജൻസിയിടത്താണ് ഹാൻഡിൽ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ഒരു എൻറ്റയർ ഹയറാർക്കി അല്ലെങ്കിൽ സ്ട്രക്ചർ മനസ്സിലാക്കണം. ആദ്യം തന്നെ വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. ഇതിന്റെ അണ്ടറിലായിട്ടാണ് നിങ്ങളുടെ മെറ്റ ബിസിനസ് പോർട്ട്ഫോളിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാ മെറ്റ അസറ്റ്സും ഹോൾഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ കൂടിയാണ് ഈ മെറ്റ ബിസിനസ് പോർട്ട്ഫോളിയോ. ഇത് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഒരു ബാങ്ക് ലോക്കർ സിസ്റ്റം പോലാണ്. ഇതാണ് എല്ലാ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റ അസറ്റ്സ്, അതായത് നിങ്ങളുടെ മെറ്റ ബിസിനസ് പേജ്, നിങ്ങളുടെ ആഡ് അക്കൗണ്ട്സ്, നിങ്ങളുടെ പിക്സൽസ് എല്ലാം ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒരാളുടെ പേഴ്സണൽ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഇതിന്റെ ഒക്കെ ബേസ് ആയിട്ട് വരുന്നത്. സോ ഈ പറയുന്ന അസറ്റ്സും നിങ്ങളുടെ ബാങ്ക് ലോക്കറും ഒക്കെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസിയെ ക്രിയേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് ഓണർ ആയിട്ട് ബൈ ഡിഫോൾട്ട് വരാൻ പോകുന്നത് അവരാണ്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. ഈ മാർക്കറ്റിംഗ് ഏജൻസിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായാലോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ എംപ്ലോയി റിസൈൻ ചെയ്ത് പോയാലൊക്കെ നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ ആകെ ഒരു പെട്ട അവസ്ഥയിലാവും. ഇനി നിങ്ങൾക്ക് പാർഷ്യൽ ആക്സസ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഇവർക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും റിവോക്ക് ചെയ്യാനും പറ്റും. അതുമാത്രമല്ല നിങ്ങളുടെ ഈ പേജ്, ആഡ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഏത് ടൈമിൽ വേണമെങ്കിലും ഇവർക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾക്ക് ഈ പരിപാടി ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിയെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെന്തായാലും ഹെൽപ്പ് ചെയ്തു തരും. സോ ഈ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഏജൻസിയെ കോൺടാക്ട് ചെയ്ത് ഈ ഓണർഷിപ്പ് ഒന്ന് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മതിയാവും. ആൻഡ് നിങ്ങൾ ഓൾറെഡി പെട്ടുപോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഏജൻസിയെ കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ല, അവർ ഹെൽപ്പും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റ സപ്പോർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യാം. പക്ഷേ ഇതൊരു ലോങ് പ്രോസസ്സാണ്, നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓണർഷിപ്പ് തിരിച്ചു കിട്ടൂ. പക്ഷേ ഇതിന്റെ ഈ ഒരു പ്രോസസ്സിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കിട്ടിയാ കിട്ടി,